പരിശുദ്ധാത്മാവേ, നിത്യമഹത്വം നീ, നിസ്തുല സ്നേഹം നീ, സ്വർഗസ്ഥാനപതി സർവചരാധിപതി, വിശ്വസ്നേഹനിധി ത്യാഗനദി, നിത്യപ്രാർത്ഥനയിൽ ദിവ്യകടാക്ഷം നീ, ധന്യസഭാഗുരുവേ കൃപ ചൊരിയൂ, ധന്യസഭാഗുരുവേ കൃപ ചൊരിയൂ, ധന്യസഭാഗുരുവേ കൃപ ചൊരിയൂ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ 2 വാചകമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 22-ഉം 23-ഉം വചനങ്ങൾ. ബൈബിൾ കൈവശമുള്ളവർക്ക് അത് നോക്കാം, അല്ലാത്തവർക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം വാക്യങ്ങൾ 22-ഉം 23-ഉം. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് കർത്താവ് ഈ വാക്യത്തിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്നെനിക്ക് അറിയാം. എങ്കിലും അല്പം കൂടെ നമ്മുടെ ചിന്തയെ ഈ സന്ദർഭത്തിൽ ഒന്ന് പ്രകാശിപ്പിക്കാൻ നോക്കാം. കണ്ണിനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നു, കണ്ണ് ആണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഒരു കണ്ണ് ഡോക്ടർ ആയിരുന്നോ? നിശ്ചയമായിട്ട് നമുക്കറിയാം, കർത്താവ് ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നില്ല, കണ്ണ് ഡോക്ടർ ആയിരുന്നില്ല. പിന്നെ എന്താണ് കർത്താവ് കണ്ണിനെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചൊക്കെ പറയുന്നത്? അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിന്റെ കണ്ണിനെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും പറയുക എന്നതല്ല കർത്താവിന്റെ ലക്ഷ്യം. ഇതൊരു ഉദാഹരണമാണ്, ഒരു ഉപമയാണ്, ഒരടയാളമാണ്, ഒരു പ്രതീകമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ എന്താണ് കർത്താവ് ശരിക്കും അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിന് ബൈബിൾ വ്യാഖ്യാതാക്കൾ നമുക്ക് നൽകുന്ന ഉത്തരം ഇതാണ്. ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത്, കണ്ണിന്റെ കാര്യം പറയുന്നതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കാഴ്ചയെക്കുറിച്ചും കാഴ്ചപ്പാടിനെക്കുറിച്ചുമാണ്. ശരീരത്തിന്റെ കാഴ്ച എന്നതിനേക്കാൾ നമ്മുടെ മനസ്സിന്റെ കാഴ്ച, നമ്മുടെ മനസ്സിന്റെ കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട്, ഇതേക്കുറിച്ചാണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കണ്ണ് ശരീരത്തിന്റെ വിളക്ക് എന്ന് കർത്താവ് പറയുമ്പോൾ, കണ്ണ് എപ്രകാരം ശരീരത്തിന്റെ വിളക്കായിരിക്കുന്നുവോ അതുപോലെ ശരിയായ കാഴ്ചപ്പാടാണ് നമ്മുടെ മനസ്സിന്റെ വിളക്ക്, നമ്മുടെ ജീവിതത്തിന്റെ വിളക്ക്. ഇതാണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനത്തെ നമ്മളിവിടെ പ്രതിഷ്ഠിക്കുന്നു, വചന പ്രദക്ഷിണം നടത്തുന്നു, അതിൽ പങ്കുചേരുന്നു. അതിലൂടെയെല്ലാം നമ്മൾ പറയുകയാണ്, ഈശോയുടെ വചനം, ഈശോയെ ഞാൻ എന്റെ മനസ്സിന്റെ വിളക്കായിട്ട്, എന്റെ ജീവിതത്തിന്റെ വിളക്കായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വലിയ അനുഗ്രഹമാണ് ബൈബിൾ പ്രതിഷ്ഠയിലൂടെ, വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കണ്ണ് ശരീരത്തിന് എത്രമേൽ പ്രധാനപ്പെട്ടതാണോ, കണ്ണിന്റെ കാഴ്ച നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ശാരീരിക ജീവൻ എത്രമേൽ പ്രധാനപ്പെട്ടതാണോ, അത്ര തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനസ്സിന്റെ ശരിയായ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിന്. അപ്പൊ ശരിയായ കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ ജീവിതം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകും. കാഴ്ചപ്പാട് തെറ്റിയാൽ ജീവിതം മുഴുവൻ താറുമാറാകും. അപ്പൊ നമ്മെ നയിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ്. ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ജീവിതം ശരിയായ ദിശയിൽ പോകും. കാഴ്ചപ്പാട് തെറ്റിയാൽ, ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ദർശനം തെറ്റിയാൽ ജീവിതം തന്നെ താറുമാറായി പോകും. ഇതാണ് കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, വീട്ടില് 2-3 മക്കളുണ്ട്, അതിൽ ഒരെണ്ണം തലതിരിഞ്ഞു പോയി, അതുകൊണ്ട് കുടുംബം മുഴുവൻ അധപ്പതനത്തിലേക്ക് പോയിന്ന്. അപ്പോൾ ഒരു മനുഷ്യൻ തലതിരിഞ്ഞു പോയാൽ എന്ന് വെച്ചാൽ അവന്റെ കാഴ്ചപ്പാട് ശരിയല്ല എങ്കിൽ, തെറ്റായ കാഴ്ചപ്പാടനുസരിച്ച് അവൻ പോയാൽ, അവൻ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതുപോലുള്ള വിധ്വംസക കാര്യങ്ങളുടെയും പുറകെ പോകുമ്പോൾ അവന്റെ ജീവിതവും ആ കുടുംബവും
അധപ്പതന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. കാരണം എന്താണ്? കാഴ്ചപ്പാട് ശരിയല്ല. ഒരുത്തൻ തലതിരിഞ്ഞു പോയി. ഈ തലതിരിച്ചില് വികലമായ കാഴ്ചപ്പാട്, ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. അപ്പൊ ശരിയായ കാഴ്ചപ്പാടുണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് കർത്താവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ശരിയായ കാഴ്ചപ്പാട്? എങ്ങനെയാണ് ശരിയായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുക? അതിനാണ് വചനം നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്, വചനത്തെ നമ്മൾ സ്വീകരിക്കുന്നത്. ഈശോ നമുക്ക് ശരിയായ കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ബുദ്ധിയും ബോധവും നൽകി. ആ ബുദ്ധിയുടെയും ബോധത്തിന്റെയും വെളിച്ചം നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ്. എന്നാൽ നമ്മുടെ ബുദ്ധിയുടെ വെളിച്ചത്തെ ഈശോയുടെ വചനങ്ങളുടെ വെളിച്ചം കൊണ്ട് നമ്മൾ സമ്പൂർണ്ണമാക്കുമ്പോൾ, അതിനെ കൂടുതൽ വിപുലപ്പെടുത്തുമ്പോൾ നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിന് ലഭിക്കുകയാണ്. ഈശോ തന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകിയത് ഈ കാഴ്ചപ്പാടാണ്, പുതിയ കാഴ്ചപ്പാടാണ്, വചനത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കണ്ണ് ആണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും എന്ന ഉദാഹരണത്തിലൂടെ കർത്താവ് നമ്മോട് പറയുകയാണ്. മനസ്സിന്റെ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സിന്റെ കാഴ്ചപ്പാട് ശരിയെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ പ്രകാശിക്കും. അങ്ങനെ ശരിയായ കാഴ്ചപ്പാടുണ്ടാകുവാൻ വഴിയും സത്യവും ജീവനുമായ ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നു. ഈശോയുടെ വചനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിന് ശരിയായ കാഴ്ചപ്പാട് നൽകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ നിന്ന് തന്നെ ഒരു ചെറിയ ഉദാഹരണം കൊണ്ടുകൂടി അല്പം കൂടെ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ അങ്ങേയറ്റം ദുഃഖിതരായിരുന്നു, അവർ മനസ്സിടിഞ്ഞവരായിരുന്നു, അവർ മ്ലാനവദനരായിരുന്നു. അങ്ങേയറ്റം സങ്കടം, നിരാശ, ഇതൊക്കെയായിരുന്നു അവരുടെ മുഖമുദ്ര. കാരണം അവർക്ക് നസറത്തിലെ യേശുവിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇത് ആ പ്രതീക്ഷകളെല്ലാം തകർന്നിരിക്കുന്നു. അതുകൊണ്ട് അവർ അങ്ങേയറ്റം നിരാശരാണ്, ദുഃഖിതരാണ്, മ്ലാനവദനരാണ് എന്ന് ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈശോ അവരുടെ കൂടെ കൂടി വഴിയിൽ വെച്ച് ഈശോ അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. പിന്നീട് താമസ സ്ഥലത്തേക്ക് ഈശോയെ അവർ ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. അപ്പോൾ എന്തു സംഭവിച്ചു? അവരുടെ കണ്ണുകൾ, എല്ലാവർക്കും അറിയാമല്ലോ, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞു, അവരുടെ കണ്ണുകൾ. പ്രിയമുള്ളവരെ, എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് അധികം വ്യാഖ്യാനിക്കാതെ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ കണ്ണ് തുറക്കപ്പെട്ടു, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലൂടെ സുവിശേഷം നമ്മോട് പറയുന്നത് അവർക്ക് പുതിയൊരു കാഴ്ചപ്പാട് ലഭിച്ചു. ഈശോ വചനം വ്യാഖ്യാനിച്ചപ്പോൾ, ഈശോ അപ്പം മുറിച്ച് അവർക്ക് നൽകി, അതവർ സ്വീകരിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് വെച്ചാൽ അവരുടെ കാഴ്ചപ്പാട് മാറി. ഈശോയെക്കുറിച്ചും ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചൊക്കെ അവർക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് മാറി. അവർക്ക് പുതിയൊരു ദർശനം ലഭിച്ചു, പുതിയൊരു കാഴ്ചപ്പാട് ലഭിച്ചു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന 28ാമത് ദേശീയ ബൈബിൾ കൺവെൻഷൻ ഇപ്പോൾ തിരിതെളിച്ച് പോളി കണ്ണുക്കാടൻ പിതാവ് ഉദ്ഘാടനം ചെയ്യുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിനു വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാ
28ാമത് പോട്ട ബൈബിൾ കൺവെൻഷൻ അനുഗ്രഹപ്രദമായ ഈ നിമിഷത്തില് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകത്താല് ഇന്ന് ആരംഭിക്കുമ്പോൾ ഈ കൺവെൻഷന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വിൻസെൻഷൻ വൈദിക സുഹൃത്തുക്കൾക്കും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിൻസെൻഷൻ സമർപ്പിത സമൂഹം നാളിതുവരെ വചനപ്രഘോഷണത്തിനും പ്രേക്ഷിത പ്രവർത്തനത്തിനും നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ നേതൃത്വത്തിന് സഭയുടെ നാമത്തില് ആദ്യമേ തന്നെ കൃതജ്ഞതയും അഭിനന്ദനങ്ങളും നേരട്ടെ. ലോകമെമ്പാടും വചനം ഇനിയും പ്രഘോഷിക്കപ്പെടുവാൻ അവരുടെ വലിയ തീഷ്ണതയും അതിലുപരി ആത്മാർത്ഥതയും ഉത്തരോത്തരം വർദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം അറിയിക്കുക, എനിക്ക് സാക്ഷികളാകുക, ഞാൻ പഠിപ്പിച്ചവയെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുക. സ്വർഗാരോപിതനാകുന്നതിന് മുമ്പ് ഈശോ തമ്പുരാൻ ശിഷ്യസമൂഹത്തെ വിളിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് നൽകിയ കൽപ്പന ഇന്നും ലോകമെമ്പാടും നടത്തപ്പെടുന്ന അജപാലന ശുശ്രൂഷയും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വചനപ്രഘോഷണവും ആതുര ശുശ്രൂഷകളുമൊക്കെ ഈ കൽപ്പനയുടെ അനുവർത്തനമാണ്. ഞാനും നിങ്ങളും വ്യക്തിപരമായ ജീവിതങ്ങളിലും സമൂഹാത്മകമായും നടത്തപ്പെടുന്ന പ്രഘോഷണങ്ങളൊക്കെ ഇതിന്റെ അനുവർത്തനമാണ്. വചനം ജീവിതത്തിലൂടെ ഭാഷ്യം നൽകുന്നവരാണ് വിശുദ്ധാത്മാക്കൾ എന്ന് നമുക്കറിയാം. വചനം ജീവിതത്തിലൂടെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവരാണ് വിശുദ്ധാത്മാക്കൾ. ഈ പോട്ട കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഏറ്റവും വലിയ വചനപ്രഘോഷണവും ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനവും ജീവിതത്തിലൂടെ യേശുവിന്റെ വചനത്തിന് ഭാഷ്യം നൽകുക എന്നുള്ളതാണ്. വിശുദ്ധ അൽഫോൻസായും വിശുദ്ധ ചാവറച്ചനും വിശുദ്ധ ഉപ്രാസ്യമ്മിയും വിശുദ്ധ മദർ തെരേസായും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനുമൊക്കെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്ന ചരിത്രവും ഇത് തന്നെ. തങ്ങളുടെ ജീവിതത്തിലൂടെ അവർ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ വചനം ശ്രവിച്ച് ഈ വചനം ജീവിതത്തിൽ അനുവർത്തിക്കാൻ ശ്രമിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലൂടെ വചനത്തിന് വ്യാഖ്യാനം കൊടുക്കാൻ, അതുവഴി ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെ മുന്നിലും വചനം പ്രഘോഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക, പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 കോട്ടയം ആശ്രമത്തിലെ ധ്യാനം തുടങ്ങുന്ന നാളില് കടന്നു വന്ന ഒരു ശ്രീദേവി എന്ന ഒരു സഹോദരിയുടെ പേര് എന്റെ ഓർമ്മയിലേക്ക് വന്നു. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആ മകൾ പല നാള് ഇവിടെ വന്ന് വചനം കേട്ടു. അതിനുശേഷം കുടുംബക്കാർ വന്നു.
അവരെല്ലാം യേശുവിന്റെ അനുയായികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അങ്ങനെ യേശുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ച നാനാജാതി മതസ്ഥരായ ഒരു വലിയ ജനം ഇവിടെയുണ്ട്. വചനപ്രഘോഷണം തുടങ്ങിയ ആദ്യ നാളിൽ തൊട്ട് സാക്ഷ്യം പറയാൻ വന്നുകൊണ്ടിരുന്ന ഒരു ഷാംസുദ്ദീൻ എന്ന ജോസഫ് കുട്ടി ഉണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആ സഹോദരൻ ക്യാൻസർ ബാധിച്ച് മരണക്കിടക്കയിൽ കഴിയുമ്പോൾ ഒരു സ്കൂൾ ടീച്ചർ ആ ഭവനത്തിൽ പതിവായി ചെല്ലാറുണ്ടായിരുന്നു കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ. ഒരിക്കല് പല നാളില് അവന്റെ മുറിയിൽ ചെന്ന് കണ്ണടച്ച് തല കുനിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കല് അവൻ ചോദിച്ചു, എന്താ ടീച്ചറെ എല്ലാ ദിവസവും എന്റെ മുറിയിൽ വന്ന് ഇങ്ങനെ കണ്ണടച്ച് തലകുനിച്ച് നിൽക്കുന്നത്? ആ ടീച്ചർ മറുപടി പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ചൊരു ഭാരം തോന്നുന്നു. ഐ ഫീൽ എ കൺസേൺ ഫോർ യു. ഒരു ദിവസം അവള് സമ്പൂർണ്ണ ബൈബിൾ കൊണ്ടേ കൊടുത്തു. അവനത് നോക്കിയപ്പോൾ ഇങ്ങനെയുള്ളൊരു പുസ്തകം വായിക്കുന്നത് തന്നെ നോക്കുന്നത് തന്നെ പാപമാണ്. ഷംസുദ്ദീൻ അത് വലിച്ചെറിഞ്ഞു. ആ ടീച്ചർ പുറത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ അവര് തന്നെ ഒരു ജിജ്ഞാസ അനുഭവപ്പെട്ടു. ആ ബൈബിൾ നിലത്ത് വീണ് കിടക്കുന്ന ആ ബൈബിൾ ഒന്ന് തുറന്നു കിടക്കുന്ന ബൈബിൾ അവൻ കയ്യിലെടുത്ത് നോക്കി. അവൻ ആദ്യമായി കണ്ടത് പുറപ്പാട് 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ ദൈവമായ കർത്താവാകുന്നു. പുറപ്പാട് 15:26. കറഞ്ചടിക്കുന്നത് പോലെ ഒരു അനുഭവം അവനുണ്ടായി. അവൻ അപ്പോൾ തന്നെ തീരുമാനമെടുത്തു, ഇനി ബൈബിളിലെ ദൈവത്തോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. ആ പ്രാർത്ഥന അവന് അത്ഭുതകരമായ രോഗശാന്തി കൊടുത്തു. ലോകം മുഴുവൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന, അമേരിക്കയിൽ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്ന ജോസഫ് കുട്ടിയായി അവൻ മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ കോട്ട ആശ്രമവും കോട്ട ബൈബിൾ കൺവെൻഷനും നാനാ ജാതി മതസ്ഥരെ സ്വാഗതം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവരെ നമ്മളെ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. പിതാവായ ദൈവത്തിന്റെ ആകർഷണം കൂടാതെ ആർക്കും എന്റെ അടുക്കിലേക്ക് വരാൻ കഴിയുകയില്ല എന്ന് യേശുനാഥൻ അരുളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിതാവിന്റെ ആകർഷണം പരിശുദ്ധാത്മാവിന്റെ ആകർഷണത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നാനാജാതി മതസ്ഥരായ വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവർക്കും ഈ 28ാമത് കോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിലേക്ക് സ്വാഗതം അരുളുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇവിടെ വന്നതിന് ശേഷം നമ്മള് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഗാനാലാപത്തോടെ ദൈവവചനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. വചന പ്രഘോഷണം ശ്രവിച്ചുകൊണ്ടിരുന്നു. ഇതിനകം ചിലരുടെ അടഞ്ഞ ചെവികൾ തുറന്നിട്ടുണ്ട്. ചിലർക്ക് വലത് ചെവി കേൾക്കത്തില്ലായിരുന്നു, ചിലർക്ക് ഇടത് ചെവി കേൾക്കത്തില്ലായിരുന്നു. കേൾക്കാവുന്ന ചെവി അടച്ചു പിടിക്കുക. കേൾക്കാൻ വിഷമമുണ്ടായിരുന്ന ചെവി തുറന്നിരിക്കട്ടെ. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അടഞ്ഞിരിക്കുന്ന ചെവി അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്ത ചെവി കൊണ്ട് കേട്ട് മെച്ചമായ കേൾവി കിട്ടിയോ എന്ന് നോക്കുക. അതറിയാൻ വേണ്ടി ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി.
പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നപ്പോൾ വടികുത്തി കടന്നു വന്ന ഒരു സഹോദരനാണ് ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് കയറ്റുന്നു വന്നത്. ഈശോ ഇത് അത്ഭുതകരമായ രീതിയിൽ തൊട്ടിരിക്കുന്നു. വടികുത്തി ഒരിക്കലും നമുക്ക് കരമടിച്ചെന്ന് പറയാം. 10 വർഷമായി പേരെന്താണ്? ഈനാശു. 10 വർഷമായി ഇങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഈ ആരാധന സമയത്ത് ഈശോ സുഖപ്പെടുത്തിയിരിക്കുന്നു. നടന്നു കാണിക്കുക. നടക്കുക. 10 വർഷമായിട്ട് കിടപ്പ് രോഗിയായിരുന്നു, നടക്കാൻ സാധിക്കില്ലായിരുന്നു. ധൈര്യമായിട്ട് നടന്നുകൊള്ളുക. ഇപ്പോൾ വടിയും വേണ്ട, ഒന്നും വേണ്ട. തമ്പുരാൻ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു. ശിരസ് നമിച്ച് ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും പിതാ. വിളിച്ച് ദിവികാരുണ്യത്തിൽ നിന്ന് ഈശോ ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിക്കുന്ന നിമിഷം, ഈ ദിവികാരുണ്യത്തിൽ നിന്ന് ഈശോ എന്നിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം, വിശ്വാസത്തോടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കിയേ. ഈശോയേ, എന്റെ ഈശോയേ, രണ്ട് കരങ്ങളെ നെഞ്ചോട് ചേർക്കാം. എല്ലാം മറന്ന് ദിവികാരുണ്യത്തിലേക്ക് നോക്കാം. പാപത്തെ പരാജയപ്പെടുത്തിയവൻ, പാപത്തിന്റെ മേൽ വിജയം വരിച്ചവൻ, ലോകത്തിന്റെ മേൽ വിജയം വരിച്ചവൻ, മരണത്തിന്റെ മേൽ വിജയം വരിച്ചവനാണ് ദിവികാരുണ്യമായി ഓരോ ദിവസവും നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നത്. ഇന്ന് ലോകം മുഴുവനിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയോട് ചേർന്നു നിന്ന്, ദിവികാരുണ്യ ആരാധനകളോട് ചേർന്നു നിന്ന് നമ്മുടെ എല്ലാ വിശുദ്ധമായ ആഗ്രഹങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമാക്കാൻ ഈശോ പേര് ചൊല്ലി വിളിച്ച ജീവിതങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. രണ്ട് കരങ്ങളും ദിവികാരുണ്യത്തിലേക്ക് നീട്ടിയേ. ഈശോ എനിക്ക് കരുതി വച്ചിരിക്കുന്ന സകല നന്മകള് അത് അനുഗ്രഹമായി, അഭിഷേകമായി, കൃപയായി, ദൈവിക വെളിപ്പെടുത്തലായി എന്നിൽ നിറയട്ടെ, എന്റെ കുടുംബത്തിൽ നിറയട്ടെ, എന്റെ കുടുംബാംഗങ്ങളിൽ നിറയട്ടെ. ഈശോയെ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എന്നിലേക്ക് കരുണ വർഷിക്കണമേ. വിളിച്ചു പ്രാർത്ഥിച്ചേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, നിലവിളിച്ചാൽ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ്. അവിടെ ഒത്ത് വിലപിച്ചിരുന്നവരെ ആശ്വസിപ്പിക്കുകയും അവിടെ ഉയർപ്പിക്കുകയും ചെയ്ത തമ്പുരാൻ ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഭവനമില്ലാത്ത 8 പേർക്ക് ഈ നിമിഷം കർത്താവ് ഭവനം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. പുരോഹിതനാകുവാനുള്ള ദൈവവിളി നൽകി 2 പേരെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിവാഹ തടസ്സം മാറ്റി
6 പേരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ശരീരത്തില് ചൊറിച്ചില്, ഇടയ്ക്കിടെ ശരീരത്തില് പഴുപ്പ് അനുഭവപ്പെടുന്ന 2 പേരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.